കഴിഞ്ഞ ദിവസം ഉക്രൈനിൽ വലിയ ഒരു ആക്രമണം തന്നെയാണ് റഷ്യ നടത്തിയത്. 19 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ഓഫീസും UK കമ്മീഷൻ ഓഫീസും അടക്കം തകർത്തവയിൽ പെടുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വരുന്ന വാർത്ത റഷ്യ അവരുടെ ആക്രമണം കടലിലേക്കും നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാദ്യമായിട്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കടലിലേക്കുള്ള ഒരു വലിയ രീതിയിലുള്ള ആക്രമണം റഷ്യ തുടങ്ങി വെച്ചിരിക്കുന്നത്. കടൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈന്റെ ഏറ്റവും വലിയ ഒരു കപ്പൽ തകർത്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഉക്രൈനിന്റെ ഈ സമീപകാലത്ത്, അതായത് 10 വർഷത്തിന് ഇടയിൽ അവരിറക്കിയ ഏറ്റവും വലിയ കപ്പൽ, അവരുടെ നാവികസേനയുടെ കപ്പൽ ലഗൂൺ ക്ലാസിൽ വരുന്ന ഒരു കപ്പൽ ഡാനൂബ് ഡെൽറ്റയിൽ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഉക്രൈൻ നാവികസേനയുടെ കപ്പൽ സിംഫെറോപോൾ തങ്ങൾ തകർത്തതായി ഇപ്പോൾ റഷ്യ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉക്രൈനും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരു ക്രൂ ജീവനക്കാരൻ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തു വരുന്ന വിവരം. മറ്റു ജീവനക്കാർ സുരക്ഷിതരാണ് എന്നാണ്. ഏതായാലും കരയിലും കടലിലും ഒരേ സമയം ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് അമേരിക്കയുടെ ധാർഷ്ട്യത്തിന് വഴങ്ങില്ല, ഇല്ല എന്നുണ്ടെങ്കിൽ യുദ്ധത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങാൻ ഒരു കടുത്ത തീരുമാനം പുടിൻ എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. കാരണം ഒരു ആക്രമണം കടുപ്പിക്കുകയും തന്റെ ഡിമാൻഡിലേക്ക് ചർച്ച എത്തിക്കുകയും ചെയ്യുക എന്നതായിരിക്കണം ഒരുപക്ഷെ പുടിൻ മുൻപോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ ഓഫീസിന് നേർക്കൊക്കെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ അമേരിക്കയുടെ പ്രതികരണവും വന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ ട്രംപിന്റെ നൊബേൽ പ്രൈസ് തൃശങ്കുവിലായി എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.